വഖഫ് നിയമത്തിലെ സെഷൻ 14 നടപ്പാക്കുന്നതിന് തങ്ങൾ എതിരല്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. വഖഫ് ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഈ സെഷനിലാണ് വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ നിയമിക്കാനും വ്യവസ്ഥ ചെയ്യുന്നത്. മുസ്ലിം ലീഗ് കടുത്ത എതിർപ്പ് ഉയർത്തിയ ഈ വ്യവസ്ഥയെ അനുകൂലിക്കുന്ന സമീപനമാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 നടപ്പാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ വാദിച്ചു. It's only, my lord, the two non-Muslims. In the other matters, my lord, the ratio of Shias will have to be determined. And then, my lord, other various, my lord, segments have to be decided. Different segments have to be taken. Kindly see the undertaking given by the state before the High Court. മുസ്ലിം ലീഗ് നോമിനിയും പാണക്കാട് കുടുംബാംഗവുമായ സംസ്ഥാന സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിൽ മർസൂഖ് ബാഫക്കി തങ്ങളാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ജയ്ദീപ് ഗുപ്തയ്ക്കൊപ്പം ഹാജരായത്. ലീഗ് നേതാവും AAG-യുമായ മുഹമ്മദ് ഷാ തിങ്കളാഴ്ച ഡൽഹിയിൽ നേരിട്ടെത്തിയാണ് വഖഫ് കേസ് സീനിയറിനെ ബ്രീഫ് ചെയ്തത്. അതേസമയം കേരള വഖഫ് ബോർഡ് കേസിൽ നിർണായക ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ തയ്യാറാകാത്ത സുപ്രീം കോടതി സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടത് എന്ന ഹൈക്കോടതി നിർദ്ദേശം നീക്കുകയും ചെയ്തു. നയപരമായതോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വഖഫ് ബോർഡ് കേസിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാൻ കേരള ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജനം, ഡൽഹി.